പൂച്ചക്ക് പൂച്ചയാണ് ഇണ, നായക്ക് നായയാണ് ഇണ. പിന്നെന്തിനാ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അള്ളാഹു മനുഷ്യന് മനുഷ്യൻ തന്നെയാണ് ഇണ എന്ന് പറയാനുള്ള കാരണം? അതിനുള്ള മറുപടി, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും വലിയ പദവി എന്താണെന്നറിയോ? മനുഷ്യൻ എന്ന പരിഗണനയാണ്. അതുകൊണ്ടാ വിശുദ്ധ ഖുർആൻ ഒരിക്കൽ പോലും ഭാര്യ എന്ന് പ്രയോഗിച്ചിട്ടില്ല. എന്തുകൊണ്ടാ? ഭാര്യ എന്നാൽ ഭരിക്കപ്പെടേണ്ടവൾ, ഭർത്താവ് ഭരിക്കേണ്ടവൻ അല്ല. നിന്നെ വാപ്പാന്ന് വിളിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാണന്റെ വേദന സഹിച്ച പെണ്ണ് നിന്റെ ജീവിതത്തിന് അടയാളമുണ്ടാക്കാനും അഡ്രസ് ഉണ്ടാക്കാനും ഒരു പ്രതീക്ഷയിൽ കൂടെ പോന്ന പെണ്ണാണ്. 10-22 കൊല്ലം വാപ്പാന്റെ രാജകുമാരിയായി വളർന്ന് അവസാനം നിക്കാഹിന്റെ വേദിയിൽ വാപ്പാന്റെ കൈപിടിച്ച് കബിൽത്തു എന്ന് ആത്മാഭിമാനത്തോടു കൂടി പറയുമ്പോ ഓരോ വാപ്പമാരും ആണിന്റെ കൈ പിടിച്ച് പറയുന്ന ഒരു വാക്കുണ്ട്, എന്റെ മകൾ എന്റെ രാജകുമാരിയാ മോനെ, അവളെ കൊണ്ടുപോയി വേലക്കാരി മാത്രമാക്കരുതേ എന്ന ഒരു വാപ്പയുടെ ഉമ്മയുടെ പ്രാർത്ഥനയുടെ സങ്കടത്തിൽ നിന്ന ഒരു പെണ്ണിനെ നമ്മളെ കയ്യിലേക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ എന്നെ പോലെ അവൾക്ക് ആഗ്രഹങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്, അവളും ജീവിതത്തെ പറ്റി വലിയ സങ്കല്പങ്ങളുണ്ട്. ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന പെണ്ണ് എന്റെ അകത്ത് ചാരത്ത് കിടന്നുറങ്ങുമ്പം നെഞ്ചു പൊട്ടി കണ്ണു നിറഞ്ഞ കിടങ്ങുന്നതെങ്കിൽ ഞാൻ എത്ര ഭംഗിയിൽ ജീവിച്ചാലും എനിക്കെത്ര സൗന്ദര്യമുണ്ടെങ്കിലും ഈ ലോകത്താരും മോഹിക്കുന്ന ഒരാണായി ഞാൻ മാറിയിട്ടുണ്ടെങ്കിലും അള്ളാഹുവിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തി, ആണുങ്ങളിൽ ഏറ്റവും നല്ലവൻ വീട്ടിലുള്ള പെണ്ണിനോട് ഏറ്റവും മര്യാദക്ക് പെരുമാറുന്നവനാണ്. 1000 സ്വപ്നങ്ങളുമായി ജീവിതത്തിലേക്ക് കൈപിടിച്ച് നിങ്ങൾക്ക് പരിപാവനമായ ജീവിതത്തിന്റെ സ്ഥാനം നൽകി കുടുംബത്തിന്റെ ഭദ്രതക്കും കുടുംബത്തിന്റെ സമാധാനത്തിനു വേണ്ടി കൈപിടിച്ചു കൊണ്ടുവന്നൊരു ഭർത്താവിനോട് മാന്യമായി പെരുമാറി അദ്ദേഹത്തിന്റെ മനസ്സറിഞ്ഞ് 5 രൂപക്ക് വകുപ്പുള്ളവനാണെങ്കിൽ ആ 5 രൂപക്കനുസരിച്ച് ജീവിക്കാനും 50 കോടിക്ക് വകുപ്പുള്ളവനാണെങ്കിൽ 50 കോടി അള്ളാനെ മറക്കാതെ ജീവിക്കണമെന്നും ഭർത്താവിനെ ബോധ്യപ്പെടുത്തുന്ന ഒരു പെണ്ണാണെങ്കിൽ സ്വന്തം ഭർത്താവിന് ദുനിയാവിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്പത്ത് ആ കുടുംബത്തെ സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന പെണ്ണ. അതുകൊണ്ടാ റബ്ബ് പഠിപ്പിച്ചതും വമിൻ ആയാതിഹി, നിങ്ങൾക്കുള്ള ദൃഷ്ടാന്തമാണ് ഈ ലോകത്തുള്ള ഭാര്യ ഭർത്താക്കന്മാർ. വേദനയിലും സങ്കടത്തിലും സന്തോഷത്തിലും ചേർന്ന് നിൽക്കുന്ന ബന്ധം. അതുകൊണ്ടാണല്ലോ ഹുദൈബിയ സന്ധിയിൽ സ്വഹാബാക്കൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അനുസരിക്കാതെ ആ സന്ധി അംഗീകരിക്കാതെ നിൽക്കുമ്പോ കണ്ണു നിറഞ്ഞു കൂടാരത്തിൽ കയറി വിങ്ങിപ്പൊട്ടുന്ന തിരുദൂതനോട് അന്ന് കൂടെയുള്ള ഭാര്യ ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹ ഓർമ്മപ്പെടുത്തി, റസൂലേ, എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ അങ്ങ് ചെയ്താൽ മതി, അത് കണ്ട് സഹാബാക്കൾ ചെയ്തോളും. തന്റെ ഭാര്യയുടെ വാക്ക് കേട്ട് പുറത്തേക്കിറങ്ങി ബലിയറുക്കാനുള്ള മുന്നൊരുക്കം നടത്തുമ്പോ അതുവരെ തിരുദൂതന്റെ വാക്കുകളോട് ധിക്കാരം പോലെ റസൂലുള്ളാന്റെ വാക്കുകൾ അംഗീകരിക്കാത്ത മുഴുവൻ ആളുകളും വന്ന് ആ കാര്യം ഏറ്റെടുത്ത് ചെയ്യുന്നത് കണ്ടപ്പോ ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹയെ ചേർത്ത് പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലുള്ള പറയുന്നുണ്ട്, ഉമ്മു ഹബീബ, നിന്റെ വാക്കെനിക്ക് എന്റെ ജീവിതത്തിന്റെ പ്രാണനെ പോലെ എന്റെ ജീവിതത്തിൽ എനിക്ക് സന്തോഷം തോന്നി. ഈ പരിഗണനയും ചേർത്ത് നിർത്തലുമാ ഇന്ന് പല കുടുംബത്തിലും ഇല്ലാത്ത. ഞാൻ പറയാറുണ്ട്, ഈ ഇരിക്കുന്ന എത്ര ഭർത്താക്കന്മാര് ഭാര്യമാരെ കൈയൊന്ന് പിടിച്ച് ചോദിച്ചിട്ടുണ്ട്, എന്റെ കൂടെ പോന്ന് എനിക്ക് സമാധാനാണോ? ഞാൻ കല്യാണം കഴിച്ച് എന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ? നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിൽ, അള്ളാഹുവിന്റെ മഹ്ശറ ലോകത്ത്, നാളെ റബ്ബിന്റെ സ്വർഗത്തിലേക്ക് ഇണയായി തുണയായി ഈ ഭൂലോകത്ത് ജീവിച്ച എന്റെ പെണ്ണ് തന്നെ വേണം, എന്റെ ആണ് തന്നെ വേണം എന്ന് ജീവിതം കൊണ്ട് പ്രകടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടോന്ന് ജീവിച്ചിരിക്കുമ്പോൾ ചോദിക്കണം. പലരും അള്ളാഹുവിന്റെ തിരുദൂതനെ പറ്റി കുറ്റം പറയാറുണ്ട്. മുഹമ്മദ് നബി എന്തിനാ 10 എണ്ണം കെട്ടിയത്, ഇസ്ലാമിൽ എന്തിനാ ആണുങ്ങൾക്ക് 4 എണ്ണം കെട്ടാന്ന് പറഞ്ഞത് എന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടോ? റസൂലുള്ളാന്റെ കല്യാണത്തെ പറ്റി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കല്യാണം കഴിച്ചതിൽ ഒരു കന്യകയേയുള്ളൂ. ബാക്കി പലതും വൃദ്ധകളും വിധവകളും അങ്ങേയറ്റം സംരക്ഷിക്കപ്പെടാൻ ആളില്ലാതെ സങ്കടപ്പെടുന്ന സാധു സ്ത്രീകളാണ്. മക്കയിലും മദീനയിലും നോക്കാൻ ആളില്ലാതെ മക്കളില്ലാതെ ഒറ്റപ്പെട്ട സാധു സ്ത്രീകളെ മഹർ കൊടുത്ത് കൂട്ടിക്കൊണ്ടുവന്ന് മദീന പള്ളിന്റെ ചുറ്റും ചെറിയ കുടിലുകൾ ഉണ്ടാക്കി മരിക്കുന്നത് വരെ പൊന്നുപോലെ നോക്കിയതാ അള്ളാഹുവിന്റെ തിരുദൂതൻ. അല്ലാതെ ഒന്ന് കഴിഞ്ഞപ്പൻ രണ്ടാമത്തെ കെട്ടാനോടിയതല്ല. ആദ്യത്തോടെയോളെ വാപ്പാനെയൊന്ന് പേടിപ്പിക്കാൻ വേണ്ടി ആളറിയാണ്ട് ഒരു ഉസ്താദിനെ കൂട്ടിക്കൊണ്ടുപോയി കെട്ടിക്കൊണ്ടുവന്നതല്ല. പെണ്ണിനെ സംരക്ഷിക്കാനും ആണിന് സമാധാനം കിട്ടാനും ആ കല്യാണം. അത് അവനവന്റെ കുടുംബത്തിൽ ആ ചേർന്ന് നിൽക്കലും ആ ചേർത്ത് നിർത്തലുമാണ് ഏത് കുടുംബത്തിന്റെയും സമാധാനം. പക്ഷെ ഇന്ന്
ആർക്കും ആരെയും ശ്രദ്ധിക്കാൻ നേരല്ല. ഭാര്യക്ക് ഭർത്താവിനെ ശ്രദ്ധിക്കാൻ നേരല്ല, ഭർത്താവിന് ഭാര്യയെ നോക്കാൻ നേരല്ല, മാതാപിതാക്കൾക്ക് മക്കളെ നോക്കാൻ നേരല്ല, മക്കൾക്ക് മാതാപിതാക്കളെ നോക്കാൻ നേരല്ല. ചില ആളുകളൊക്കെ മരിക്കുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരുടെയും വിലയറിയുക. ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിൽ നമ്മളൊരു കാഴ്ച കണ്ടില്ലേ? മരിച്ച വൃദ്ധയായ ഭാര്യ മറമാടിയ കബറും പുറത്തേക്ക് അയാൾ ദിവസവും വരും. മരിച്ച അന്ന് മുതൽ കഴിഞ്ഞ 16 കൊല്ലായിട്ട് അയാൾ ആ കബറും പുറത്തു വരും. ആ കബർ ഇന്നലെ എങ്ങാൻ മറമാടിയതുപോലെ അതിന്റെ മേലെയുള്ള പുല്ലുകളൊക്കെ അയാൾ പെറുക്കിക്കളയും. വളരെ വൃത്തിയിൽ ആ കബർ അയാൾ കൊണ്ടടക്കും. ആ കബറിന്റെ അരികിലേക്ക് ചെന്ന് ഓരോ തവണയും ഓരോ വക്ത നിസ്കാരത്തിനും ആ കബറിന്റെ അരികിൽ ചെന്ന് ആ കബറിങ്ങനെ തൊട്ടൊഴിഞ്ഞും ആ കബറിന്റെ അടുത്തിരുന്ന് കരഞ്ഞും ആ കബറിലേക്ക് നോക്കിയിട്ട് പടച്ചോനോട് പ്രാർത്ഥിച്ചും നിൽക്കുമ്പോ കണ്ടു നിൽക്കുന്ന ചില നാട്ടുകാർ ചോദിച്ചു, അല്ല കാക്ക, എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് ജീവിക്കുമ്പോ അവക്ക് എന്തൊക്കെയോ എന്നോട് പറയാണ്ടായിരുന്നു, എനിക്ക് നേരല്ല അതിനും കേൾക്കാൻ. പക്ഷെ ഇന്ന് അവളിന്റെ കൂടല്ല, അവൾ പറയുന്നത് കേൾക്കാൻ എനിക്ക് നേരണ്ട്. ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അവൾ എന്നോടൊന്നും മിണ്ടാൻ. അവൾ എന്തൊക്കെയോ പറയണമെന്ന് മോഹിച്ചതൊക്കെ എന്നോട് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ മണ്ണിന്റെ അടി കിടക്കുന്ന അവൾക്ക് എന്നോട് സംസാരിക്കാൻ കഴിവില്ലാത്ത ഈ സമയത്ത് ആ കബറിന്മേൽ കൈ വെക്കുമ്പോ പോലും എന്റെ നെഞ്ചിന്റെ ഉള്ളൊന്ന് പടയും. നാളെ എന്റെയും നിങ്ങളുടെയും ഭാര്യമാര് മണ്ണിന്റെ അടി കിടക്കുമ്പോ ഒരു വക്തിനെങ്കിലും പടച്ച റബ്ബിന്റെ നേരെ കൈനീട്ടി പ്രാർത്ഥിക്കുമ്പോ, നാദാ എന്റെ കൂടെ പോന്ന എന്റെ പെണ്ണ് മനസ്സ് വെറുക്കാതെ, ജീവിതത്തിൽ ഒരിക്കൽ പോലും എന്നെ കൊണ്ട് കരയാതെ, ജീവിതത്തിൽ അള്ളാഹുവിന്റെ സ്വർഗം കാണിച്ചു കൊടുക്കുന്ന, അവൾക്ക് ദുനിയാവിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മഹാനായ ഒരു ഭർത്താവായിരുന്നു റബ്ബേ ഞാൻ എന്ന ആത്മവിശ്വാസത്തോടെ പറയാൻ നമുക്ക് സാധിക്കുമ്പോ, എന്നെ വിവാഹം കഴിച്ച എന്റെ ഭർത്താവ് നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ എന്റെ സ്വർഗത്തിന് വേണ്ടി 8 കവാടങ്ങൾ തുറക്കപ്പെടാൻ എന്റെ സ്വഭാവം കൊണ്ട് തൃപ്തിപ്പെട്ട് നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിലേക്കും എന്നെ ആഗ്രഹിക്കുന്ന ഒരു സ്വഭാവത്തോടുകൂടി ഞാൻ പരിഗണിച്ചവനായിരുന്നു റബ്ബേ എന്റെ ഭർത്താവെന്ന് ആയുസ്സുള്ളപ്പൻ ചിന്തിക്കാൻ പറ്റിയിട്ടില്ലേ? പിന്നെ മരിച്ചിട്ട് കാണിക്കുന്ന ഈ ആർഭാടങ്ങളും അനാചാരങ്ങളും എന്തിനാ മനുഷ്യരെ?